ഹായ് ഓൾ, എല്ലാവർക്കും അമിൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ വന്നുള്ളത് പതിവ് പോലെ തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് സ്കാർഫിലൊക്കെ കുത്തുന്ന ഒരു പിന്നും അതേപോലെ തന്നെ സാധാ സേഫ്റ്റി പിന്നുമാണ് കേട്ടോ. കുറച്ച് നാൾ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സൈഡിലൊക്കെ തുരുമ്പ് കയറി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം അങ്ങനെ തുരുമ്പൊക്കെ പിടിച്ചിട്ടുള്ള അതല്ലെങ്കിൽ മൂർച്ച കുറഞ്ഞിട്ടുള്ള പിന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു തുരുമ്പൊക്കെ കളഞ്ഞെടുക്കാൻ പറ്റുന്നൊരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. സ്റ്റീലിൻ്റെ ഒരു അരിപ്പയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ സ്കാർഫിൽ കുത്തുന്ന പിന്നാണ് കേട്ടോ അത്. ഇതിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ ചെറുതായിട്ടൊരു കറുപ്പ് കളറൊക്കെ വന്നിട്ടുണ്ട്, മാത്രമല്ല മൂർച്ചയും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം ഞാൻ ആ ഒരു അരിപ്പയിൽ ഇതേപോലെ ഒന്ന് ഉരച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് സമയം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഉരച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു പിന്നിലുണ്ടായിരുന്ന പൊടിയെല്ലാം നമുക്ക് നീങ്ങി കിട്ടും കേട്ടോ. ഞാനെപ്പോഴും ഇതുപോലെയുള്ള പിന്നുകൾ കീപ്പ് ചെയ്യാറുള്ളത് ഒരു ബോക്സിൽ സ്പഞ്ച് ഫില്ല് ചെയ്തതിന് ശേഷം ആ സ്പഞ്ചിൽ കുത്തി വെക്കാറാണ് പതിവ്. അപ്പോൾ ഒരുപാട് നാൾ നമുക്ക് ഈ ഒരു പിന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ കുറച്ച് സമയം ഇതേപോലെ ഒന്ന് ഉരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഞാൻ ഈ തുടച്ചെടുക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ കുറച്ച് പൊടിയായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അപ്പോൾ ഇതിൽ ചെറിയ രീതിയിൽ മാത്രമേ ഇതിൻ്റെ ആ ഒരു അഗ്രഭാഗം കളറൊക്കെ മങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ അതുപോലെ കിട്ടിയിട്ടുള്ളത്. ഇത് വീഡിയോയിൽ എത്രമാത്രം ക്ലിയർ ആണെന്ന് എനിക്ക് അറിയില്ല. ഇപ്പോൾ ഞാൻ ഇതേപോലെ പിടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ കാണുന്നുണ്ടാവും. ഇതിൻ്റെ ആ ഒരു ഭാഗത്തുള്ള കറുപ്പ് കളറെല്ലാം പോയി നല്ലപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി തുരുമ്പ് കയറിയിട്ടുള്ളതോ അല്ലെങ്കിൽ മൂർച്ച കുറഞ്ഞിട്ടുള്ളതോ ഒക്കെ ആയിട്ടുള്ള ഇതുപോലെയുള്ള പിന്നുണ്ടെങ്കിൽ വീട്ടിലൊരു അരിപ്പയുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഷാർപ്പൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. തുരുമ്പും കളഞ്ഞെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി ഇതേ രീതിയിൽ തന്നെ നമുക്ക് സേഫ്റ്റി പിന്നും യൂസ് ചെയ്യാനായിട്ട് പറ്റും. സേഫ്റ്റി പിന്ന് കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രസ്സിലൊക്കെ അത് കുത്തുന്ന സമയത്ത് കയറി പോകാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു സമയത്ത് നമ്മൾ ഇതുപോലെയുള്ള ഒരു അരിപ്പയുണ്ടെങ്കിൽ കുറച്ച് സമയം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഉരച്ചെടുക്കുകയാണെങ്കിൽ ആ പിന്ന് നല്ലപോലെ ഷാർപ്പായിട്ട് കിട്ടുകയും ചെയ്യും. അതിൽ തുരുമ്പൊക്കെ ഉണ്ടെങ്കിൽ അതും മാറിക്കിട്ടും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. ഈ ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം. നമ്മൾ ലിക്വിഡൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് കിട്ടുന്ന ഒരു ബാഗാണ് കേട്ടോ ഇത്. ഈ ഒരു പാക്കറ്റ് കിട്ടിയതിന് ശേഷം അതിൻ്റെ ഒരു സൈഡ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ചെറിയൊരു റെക്റ്റാങ്കിൾ പീസിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ളൊരു ചെറിയൊരു കവറായിട്ട് കിട്ടും. നമ്മുടെ മക്കളുടെ കുഞ്ഞ് വാട്ടർ ബോട്ടിലുകൾ അതല്ലെങ്കിൽ കുഞ്ഞ് ലഞ്ച് ബോക്സുകൾ കുട ഒക്കെ നമുക്ക് ഈ ഒരു ബാഗിലിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാനിതിലിപ്പോൾ കുട്ടികളുടെ മെഡിസിനാണ് കേട്ടോ ഇട്ട് വെച്ചിട്ടുള്ളത്. സാധാരണ നമ്മൾ ദൂരയാത്രയൊക്കെ പോകുന്ന സമയത്ത് മെഡിസിനൊക്കെ ഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ വെച്ച് കഴിഞ്ഞാൽ ആ മെഡിസിന് ഡ്രസ്സിലേക്കൊക്കെ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നാൽ ഇതുപോലെയുള്ളൊരു ബാഗ് ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് നമുക്കിത് വെച്ച് കൊടുത്തതിന് ശേഷം ബാഗിലിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതൊട്ടും ലീക്കാവില്ല കേട്ടോ. പിന്നെ ഇതുപോലെ ലിക്വിഡൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഇതുപോലെയുള്ള കവറുകൾ സ്റ്റോർ ചെയ്ത് വെക്കുക വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു കവർ വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതിന് മുമ്പ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി പോയി കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പലരും നമ്മൾക്ക് ആവശ്യമില്ല എന്ന് കരുതി മാറ്റി വെക്കുന്ന പലതിനും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. തിളക്കാനാവുന്ന സമയത്ത് ഞാനതിലേക്ക് കുഞ്ഞു കുഞ്ഞു ഫോയിലുകളുടെ ഉരുളകളാക്കിയിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കിച്ചണിൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. നമ്മൾ പുത്തനായിട്ടുള്ള തവികൾ സ്പൂണുകളൊക്കെ വാങ്ങി കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളറൊക്കെ നല്ല പോലെ ഫെയ്ഡായി തുടങ്ങും. ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. അപ്പോൾ കുറച്ചധികം അലൂമിനിയം ഫോയിൽ തന്നെ ഞാൻ ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അലുമിനിയം ഫോയിലൊക്കെ കുഞ്ഞുരുളകളാക്കിയിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ കളറ് മങ്ങിയിട്ടുള്ള തവികളാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ച് സമയം തിളക്കുമ്പോഴേക്കും ആ ഒരു തവിയുടെ കളറ് തന്നെ നല്ല രീതിയിൽ നമുക്ക് മാറിക്കിട്ടും. അപ്പം ഞാനിത് ഒരു ചട്ടകം വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മുക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തവിയുടെ ഈ ഒരു ഭാഗം ഒന്ന് മുക്കി കൊടുത്തതിന് ശേഷം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മറുഭാഗം കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇത് നല്ലപോലെ തിളക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് സമയം കൂടി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം, എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി ഈ ഒരു വെള്ളത്തിൽ നിന്ന് നമുക്ക് ഈ ഒരു തവികളൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം.
അതായത് കുറച്ചധികം തന്നെ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി കൊടുക്കുന്നുണ്ട്. മാറ്റുന്ന സമയത്ത് തന്നെ ആ തവിയുടെ കളറിൽ വന്നിട്ടുള്ള മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാനിത് ആ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. എനിക്കതിലുണ്ടായിരുന്ന കറ പിടിച്ചിട്ടുള്ള ഭാഗമൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെ കളർ മങ്ങിയിട്ടുള്ള സ്പൂണുകളും തവികളൊക്കെ ഇതേ രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയിട്ടുള്ള കമൻറ്റ് അറിയിക്കാനായിട്ട് മറക്കരുത്. ഇനി അടുത്തതായിട്ട് ഞാൻ ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ചിലപ്പോഴൊക്കെ നമ്മൾ ഇഞ്ചിയൊക്കെ തൊലി കളയാനായിട്ട് കത്തിയൊക്കെ തിരയുന്ന സമയത്ത് നമുക്ക് കിട്ടാറില്ല. അങ്ങനെയുള്ള സമയത്ത് കത്തിയൊന്നും യൂസ് ചെയ്യാതെ സാധാരണ നമ്മൾ ഇഞ്ചിയുടെ തൊലി കളഞ്ഞെടുക്കുന്നതിനേക്കാൾ നീറ്റായിട്ട് തൊലി കളയാൻ പറ്റുന്നൊരു ടിപ്പാണിത്. അപ്പോൾ ഞാനിതാ അരിപ്പയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അരിപ്പയുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ കത്തി വെച്ചിട്ട് തൊലി കളയുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് കളഞ്ഞെടുക്കാനായിട്ട് പറ്റും. ഇതിനൊട്ടും ടെൻഷൻ ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. കയ്യിൽ കത്തിക യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കയ്യിൽ തട്ടുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടാവും. എന്നാൽ ഇതേപോലെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എത്ര ഇഞ്ചി വേണമെങ്കിലും തൊലി കളഞ്ഞെടുക്കാനായിട്ട് പറ്റും. സാധാരണ കുഞ്ഞ് മക്കൾക്കും ടെൻഷനില്ലാതെ സിമ്പിളായിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഒത്തിരി അളവിൽ ഇഞ്ചിയുടെ തൊലി കളഞ്ഞെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിതാ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. നല്ലപോലെ എനിക്ക് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇഞ്ചി ഉള്ളിലേക്ക് നമുക്ക് കത്തിയൊന്നും ഇല്ലെങ്കിലും വളരെ എളുപ്പത്തിൽ തന്നെ തൊലി കളഞ്ഞെടുക്കാനായിട്ട് പറ്റും. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലേക്ക് പോവാം. അതിനായിട്ട് ഞാനിതാ ഈ ഒരു പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലെയുള്ള പാത്രങ്ങളിൽ അരിപ്പൊടിയൊക്കെ കീപ്പ് ചെയ്യുന്ന ഒട്ടനവധി പേരുണ്ടാവും. അപ്പോൾ നമ്മൾ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുന്നതിനിടയ്ക്ക് വന്നതിന് ശേഷം നമ്മളതൊക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള എണ്ണമയമൊക്കെ അതിലേക്ക് ആവാറുണ്ട്. ഞാനിതിൽ ബേക്കറിയാണ് കേട്ടോ കീപ്പ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെയുള്ള ബോക്സിലാണ് ഭൂരിഭാഗം ആളുകളും അരിപ്പൊടി, അതുപോലെ മുളക് പൊടി, മല്ലിപ്പൊടി ഇങ്ങനെയുള്ള പൗഡറുകളൊക്കെ കീപ്പ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുന്നതിനിടയിൽ വന്ന് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള അഴുക്കായാലും ഈ ഒരു ലിഡിൽ നല്ലപോലെ ആയി അതിൻ്റെ എണ്ണമയവും ഒക്കെ ആയിട്ട് അതിൻ്റെ കളറൊക്കെ നല്ലപോലെ ഫെയ്ഡ് ആവാറുണ്ട് അല്ലേ. അതില്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. ഞാനൊരു കവർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അതേ കളറിലുള്ള കവർ തന്നെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് സൈസ് കുറവാണ്, കുറച്ചും കൂടി വലിപ്പം വേണം കേട്ടോ എടുക്കുന്ന കവറിന്. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള കവർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് പിടിച്ചു കൊടുക്കുക. എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്തെടുത്തതിന് ശേഷം ബാലൻസ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ പുറത്തുനിന്ന് ഉള്ളിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഉൾഭാഗത്താണ് കേട്ടോ കെട്ടിയെടുക്കേണ്ടത്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതുപോലെ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഈ ബാലൻസ് വരുന്ന ഭാഗം നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. കവർ നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ലിഡിനേക്കാളിൽ കുറച്ച് വലുപ്പമുള്ള കവർ വേണം എടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഫ്രണ്ട് പോർഷൻ കുറച്ച് ലൂസിൽ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്കിത് കറക്റ്റ് സൈസിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ നല്ലപോലെ ടൈറ്റായിട്ടാണ് ഉള്ളത്. എന്നാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് സൈസ് കൂടിയതുണ്ടെങ്കിൽ വളരെ നല്ലത്. എന്നിട്ട് ഞാനിത് അതേപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നമ്മൾ അടച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള അഴുക്കായിക്കോട്ടെ, ഇനി ഒന്നുമില്ലെങ്കിലും പൊടിയൊന്നും ആയിട്ട് ആ ഒരു ലിഡിൻ്റെ കളർ മങ്ങേ അതല്ലെങ്കിൽ പൊടിയൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ആ ഒരു ലിഡ് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ നമ്മളൊരു കവറിട്ട് വെക്കുകയാണെങ്കിൽ എത്ര നാൾ കഴിഞ്ഞാലും ആ ഒരു ലിഡ് പുതുപുത്തനായിട്ട് തന്നെ നിൽക്കും. ഇതേ രീതിയിൽ നമുക്ക് ബക്കറ്റിൻ്റെ ലിഡൊക്കെ കീപ്പ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പ്രത്യേകിച്ച് അരിയൊക്കെ ഇട്ട് വെക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്. ആ ഒരു കവർ ഡാമേജ് ആവുന്ന സമയത്ത് നമ്മൾ കവറൊന്ന് മാറ്റി കൊടുത്താൽ മാത്രം മതി കേട്ടോ. അതല്ലെങ്കിൽ കവറിൽ നമ്മൾ അഴുക്കൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ആ കവറൊന്ന് ചേഞ്ച് ചെയ്താൽ മതി. അപ്പം ഇന്ന് ഞാൻ കാണിച്ചിട്ടുള്ള ടിപ്സുകളിൽ ചിലതെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.